ഓം ശാന്തി 11-1-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, സദാ ഈ ലഹരിയിലിരിക്കൂ. ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മേൽ ബൃഹസ്പതിയുടെ ദശയാണ്. ചോദ്യം: എങ്ങനെയുള്ള കുട്ടികൾക്കാണ് എല്ലാവരുടെയും സ്നേഹം ലഭിക്കുന്നത്? ഉത്തരം: ആരാണോ എല്ലാവരുടെയും മംഗളത്തിന് നിമിത്തമായി തീരുന്നത്, ആരുടെ മംഗളത്തിനാണോ നിമിത്തമായത്, അവർ പറയും, നിങ്ങൾ ഞങ്ങളുടെ മാതാവാണെന്ന്. നിങ്ങൾ സ്വയത്തെ നോക്കൂ. ഞാൻ എത്ര പേരുടെ നന്മയ്ക്ക് നിമിത്തമായി തീർന്നു. ബാബയുടെ സന്ദേശം എത്ര പേർക്ക് നൽകാൻ നിമിത്തമായി. ബാബയും സന്ദേശവാഹകനാണ്. നിങ്ങൾ കുട്ടികൾ ബാബയുടെ സന്ദേശം നൽകണം. എല്ലാവരോടും പറയൂ, രണ്ടച്ഛന്മാരുണ്ട്. പരിധിയില്ലാത്ത അച്ഛനെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഗീതം: അങ്ങ് സ്നേഹസാഗരനാണ്. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് ദിവസേന മനസ്സിലാക്കി തരുന്നുണ്ട്. കുട്ടികളെ, ആത്മാഭിമാനിയായി തീരൂ. അല്ലാതെ ബുദ്ധി പുറമെ അലഞ്ഞുകൊണ്ടിരിക്കരുത്. ഒരേ ഒരു ബാബയെ തന്നെ വേണം ഓർമ്മിക്കാൻ. ബാബ തന്നെയാണ് ജ്ഞാനത്തിന്റെ സാഗരനും സ്നേഹത്തിന്റെ സാഗരനും. പറയുന്നു, ജ്ഞാനത്തിന്റെ ഒരു തുള്ളി തന്നെ മതിയെന്ന്. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ആത്മീയ അച്ഛനെ ഓർമ്മിക്കൂ. എന്നാൽ ഈ സമ്പത്ത് ലഭിക്കുന്നു. അമരപുരിയായ വൈകുണ്ഠത്തിലേക്ക് പോകും. ബാക്കി ഈ സമയത്ത് എന്തെല്ലാം തന്നെ പാപത്തിന്റെ ഭാരങ്ങളുണ്ടോ അതിനെ ഇല്ലാതാക്കണം. നിയമം അനുസരിച്ച് വിവേകപൂർവമാണ് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ആരാണോ ഉയർന്നതിലും ഉയർന്നത്, അവരാണ് പിന്നീട് താഴെ തപസ്യ ചെയ്യുന്നത്. രാജയോഗത്തിന്റെ പഠിപ്പ് ഒരേ ഒരു ബാബയ്ക്ക് മാത്രമേ പഠിപ്പിച്ചു തരാൻ സാധിക്കൂ. ഹഠയോഗം തീർത്തും വേറിട്ടതാണ്. അത് പരിധിയുള്ളത്, ഇത് പരിധിയില്ലാത്തത്. അത് നിവൃത്തി മാർഗം, ഇത് പ്രവൃത്തി മാർഗം. ബാബ പറയുന്നു, നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. യഥാ രാജാ റാണി തഥാ പ്രജ. പ്രവൃത്തി മാർഗത്തിൽ പവിത്രമായ ദേവീ ദേവതകളായിരുന്നു. പിന്നീട് ദേവതകൾ വാമമാർഗത്തിലേക്ക് പോയി. അതിന്റെയും ചിത്രമുണ്ട്. വളരെയധികം മോശമായ ചിത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാണാൻ തന്നെ ലജ്ജ തോന്നും. കാരണം തന്റെ ബുദ്ധിയെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലാണ്. ബാബയുടെ തന്നെ മഹിമയാണ് അങ്ങ് സ്നേഹസാഗരനാണ് എന്നുള്ളത്. ഇവിടെ സ്നേഹത്തിന്റെ തുള്ളിയല്ല, ഇത് ജ്ഞാനത്തിന്റെ കാര്യമാണ്. നിങ്ങൾ ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയിൽ നിന്നുള്ള സമ്പത്ത് നേടാനായി വന്നിരിക്കുകയാണ്. ബാബ സദ്ഗതിക്കുള്ള ജ്ഞാനമാണ് നൽകുന്നത്. ഇവിടെ നിന്നും നിങ്ങൾക്ക് പുതിയ ലോകത്തിലേക്കാണ് പോകേണ്ടത്. നിങ്ങൾക്കറിയാം, നമ്മൾ വൈകുണ്ഠത്തിന്റെ അധികാരിയായി തീർന്നു. ഈ സമയം മുഴുവൻ വിശ്വത്തിലും രാവണ രാജ്യമാണ്. ബാബ വന്നിരിക്കുന്നത് വിശ്വത്തിന്റെ രാജ്യഭാഗ്യം നൽകാനാണ്. നിങ്ങൾ എല്ലാവരും വിശ്വത്തിന്റെ അധികാരികളാണ്. ഇപ്പോഴും ആ ചിത്രങ്ങളുണ്ട്. ബാക്കി ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമൊന്നുമില്ല. ഇത് തെറ്റാണ്. ബാബയെ തന്നെയാണ് സദാ റൈറ്റിയസ്, അതായത് സദാ ധാർമ്മികൻ എന്ന് പറയുന്നത്. ബാബയിലൂടെ മുഴുവൻ വിശ്വവും റൈറ്റിയസ്, അതായത് ധാർമ്മികപരമായി തീരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്ന് സമ്പത്ത് നേടുകയാണ്. ആരാണോ ജ്ഞാനം കേട്ട് ആശ്ചര്യത്തോടെ അത് പറഞ്ഞും കൊടുത്ത് ഓടിപ്പോകുന്നത്, അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അഹോ മായ, എത്ര ശക്തിശാലിയാണ്! നിങ്ങളെ ബാബയിൽ നിന്ന് തന്നെ മുഖം തിരിപ്പിക്കുന്നു. എന്തുകൊണ്ട് ശക്തിശാലിയാവില്ല? പകുതി കൽപ്പം അവരുടെ രാജ്യമായിരുന്നു. രാവണൻ എന്താണെന്നുള്ളതും നിങ്ങൾ കുട്ടികൾക്കറിയാം.
ഇവിടെയും ചില കുട്ടികൾ വിവേകശാലികളാണ്, ചിലർ വിവേകഹീനരും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് ബൃഹസ്പതി ദശയാണ്. നിങ്ങളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. ആരെല്ലാം മരിക്കുന്നുവോ അവർ സ്വർഗത്തിലേക്ക് പോകുന്നില്ല. സ്വർഗം പൂകി എന്ന് മാത്രം പറയുന്നു. നിങ്ങൾക്കറിയാം, സത്യമായും സ്വർഗത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അധികാരിയായി തീരാനുള്ള പുരുഷാർത്ഥം നിങ്ങളാണ് ചെയ്യുന്നതെന്ന്. ഇവർ സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്നാരും തന്നെ പറയില്ല. ഇതെന്താണ് ഈ പറയുന്നത്, വാ അടയ്ക്കൂ എന്ന് പറയും. മനുഷ്യർ പരിധിക്കുള്ളിലെ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. ബാബ നിങ്ങളെ പരിധിയില്ലാത്ത കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. നിങ്ങൾ കുട്ടികൾ വളരെ നല്ല പുരുഷാർത്ഥം ചെയ്യണം. നന്നായി ലഹരി വർദ്ധിപ്പിക്കണം. ആരാണോ കൽപ്പം മുമ്പ് പുരുഷാർത്ഥം ചെയ്തത്, ആരാണോ പദവി നേടിയിട്ടുള്ളത്, അവർ തന്നെ നേടും. അനേക തവണ നിങ്ങൾ കുട്ടികൾ മായയുടെ മേൽ വിജയം പ്രാപിച്ചിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് തോൽവിയും സംഭവിച്ചിട്ടുണ്ട്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം വേണം. മൃത്യു ലോകത്തിൽ നിന്നും അമരലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും നല്ലത്. ഈ സമയം നിങ്ങളുടെ വളരെ നല്ല ജീവിതമാണ്. ഇതിനെ വേറൊരു മനുഷ്യർക്കും അറിയില്ല. ഭഗവാൻ സ്വയം വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി ജീവിതം. ആത്മാവ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയും ഇവരുടെ പേര് ഇതാണെന്ന്. ആത്മാവ് തന്നെയാണല്ലോ ടീച്ചർ. ആത്മാവ് തന്നെയാണ് കേട്ടതിനു ശേഷം പിന്നീട് ധാരണ ചെയ്യുന്നത്. പക്ഷെ ദേഹാഭിമാനം കാരണം ധാരണ ചെയ്യുന്നില്ല. സത്യയുഗത്തിലും ഇത് മനസ്സിലാകും. നമ്മൾ ആത്മാക്കൾക്ക് ഈ ശരീരം ലഭിച്ചിരിക്കുകയാണ്, ഇപ്പോൾ വൃദ്ധാവസ്ഥയിലായി കഴിഞ്ഞു എന്ന്. പെട്ടെന്ന് തന്നെ സാക്ഷാത്കാരവും ഉണ്ടാകും. ഇപ്പോൾ ഈ പഴയ വസ്ത്രത്തെ ഉപേക്ഷിച്ച് പുതിയതെടുക്കാം എന്ന്. ഭ്രമരി വണ്ടിന്റെ ഉദാഹരണവും ഇപ്പോഴത്തേതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണികളാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ആരെല്ലാമാണോ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവർക്ക് ജ്ഞാനം നൽകുന്നു. പിന്നീട് അവരിലും ആരാണോ പാകപ്പെടാത്തവർ അവർ മരിച്ചു പോകുന്നു. സന്യാസിമാർക്ക് ഈയൊരു ഉദാഹരണം നൽകാൻ സാധിക്കില്ല. അവർക്ക് തനിക്ക് സമാനമാക്കി തീർക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പക്കൽ ലക്ഷ്യമുണ്ട്. ഈ സത്യനാരായണന്റെ കഥയും അമരകഥയുമെല്ലാം നിങ്ങളുടേതാണ്. ഒരേ ഒരു ബാബ മാത്രമാണ് നിങ്ങൾക്ക് സത്യം കേൾപ്പിച്ചു തരുന്നത്. ബാക്കി എല്ലാവരും അസത്യമാണ്. അവിടെ സത്യനാരായണന്റെ കഥ കേൾപ്പിച്ച് പ്രസാദം കഴിപ്പിക്കുന്നു. ആ പരിധിക്കുള്ളിലുള്ള കാര്യം എവിടെയിരിക്കുന്നു? ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ബാബയാണ് നിർദ്ദേശം നൽകുന്നത്. ബാക്കി ഏതെല്ലാം തന്നെ ശാസ്ത്രങ്ങളുണ്ടോ എല്ലാം തന്നെ നശിക്കും എന്ന് നിങ്ങൾക്കറിയാം. പഴയതായി ഒന്നും തന്നെ ഇരിക്കില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നു കലിയുഗത്തിൽ ഇനിയും 40,000 വർഷങ്ങൾ ബാക്കിയുണ്ടെന്ന്. അതുകൊണ്ടാണ് വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ സമുദ്രം വെറുതെ വിടുമോ? ഒരേ ഒരു അലയിലൂടെ എല്ലാം തന്നെ വിഴുങ്ങും. ഈ ബോംബെ ഒന്നും ആദ്യം ഉണ്ടായിട്ടുമില്ല. ഇനി ഇതെല്ലാം തന്നെ നശിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ 100 വർഷങ്ങൾക്കുള്ളിൽ എന്തെല്ലാമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ആദ്യമെല്ലാം വൈസ്രോയി 4 കുതിരകളുടെ വണ്ടിയിലാണ് വന്നിരുന്നത്. ഇപ്പോൾ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ എന്തെല്ലാം സംഭവിച്ചു? സ്വർഗം വളരെയധികം ചെറുതാണ്. നദീതീരത്തായിരിക്കും നിങ്ങളുടെ കൊട്ടാരം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മേൽ ബൃഹസ്പതിയുടെ ദശയാണ്. കുട്ടികൾക്ക് സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ വളരെ വലിയ ധനവാനായി തീരാൻ പോവുകയാണ്. ആരെങ്കിലും പാപ്പരായാൽ, അതായത് മുഴുവനായും നശിച്ചാൽ,
പറയും അവർക്ക് രാഹുവിന്റെ ദശയാണെന്ന്. നിങ്ങൾ അവനവന്റെ ദശയിൽ സന്തോഷത്തോടെ ഇരിക്കൂ. ഭഗവാനായ അച്ഛനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഭഗവാൻ ആരെയാണ് പഠിപ്പിക്കുന്നത്? എന്ത് പഠിപ്പിക്കുന്നു? നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും നല്ലത്. നമ്മൾ നരനിൽ നിന്നും നാരായണനും വിശ്വത്തിന്റെ അധികാരിയുമായി തീരുന്നു. ഇവിടെ നമ്മൾ രാവണ രാജ്യത്തിൽ അകപ്പെട്ടു. പിന്നീട് സുഖധാമത്തിലേക്ക് പോകണം. നിങ്ങൾ സംഗമയോഗി ബ്രാഹ്മണരാണ്. ബ്രഹ്മാവിലൂടെയാണ് സ്ഥാപന ഉണ്ടാകുന്നത്. എന്തായാലും ഒരാളാവില്ലല്ലോ, ധാരാളം പേർ ഉണ്ടാവും. നിങ്ങൾ ഈശ്വരീയ സേവകരാണ്. സ്വർഗം സ്ഥാപിക്കുന്ന സേവനം ചെയ്യുന്ന ഈശ്വരനെ നിങ്ങൾ സഹായിക്കുന്നു. ആരാണോ കൂടുതൽ സഹായിക്കുന്നത് അവർ ഉയർന്ന പദവി നേടുന്നു. ഒരാൾ പോലും വിശന്ന് മരിക്കുകയില്ല. ഇവിടെയും നിങ്ങൾ ബാബയുടേതായി തീരുന്നു. അച്ഛൻ ദരിദ്രനാണെങ്കിലും കുട്ടികൾ കഴിക്കാതെ ഒരിക്കലും അച്ഛൻ കഴിക്കില്ല. കാരണം അവർ സ്വയം കുട്ടികളുടെ അവകാശിയാണ്. അവരോട് അത്രയ്ക്കും സ്നേഹമാണ്. അവിടെ പിന്നെ ദാരിദ്ര്യത്തിന്റെ കാര്യമില്ല. അളവറ്റ ധാന്യങ്ങളും ഉണ്ടാവും. പരിധിയില്ലാത്ത ധനവാന്മാരായിരിക്കും. അവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, സൗകര്യം ലഭിക്കുമ്പോഴെല്ലാം ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിനു മുന്നിൽ ഇരിക്കണമെന്ന്. രാത്രിയും ഇരിക്കാൻ സാധിക്കും. ഈ ലക്ഷ്മി നാരായണനെ കണ്ട് ഉറങ്ങൂ. ആഹാ, ബാബ നമ്മെ ഇതുപോലെയാക്കി മാറ്റുന്നു. നിങ്ങൾ ഇങ്ങനെ അഭ്യസിച്ചു നോക്കുകയാണെങ്കിൽ എത്ര ആനന്ദമുണ്ടാകും. പിന്നീട് അതിരാവിലെ എഴുന്നേറ്റ് അനുഭവം കേൾപ്പിക്കൂ. ലക്ഷ്മി നാരായണന്റെ ചിത്രവും ഏണിപ്പടിയുടെ ചിത്രവും എല്ലാവരുടെ അടുത്തും ഉണ്ടാവണം. വിദ്യാർത്ഥികൾക്കറിയാം നമ്മെ ആര് പഠിപ്പിക്കുന്നു എന്ന്. അവരുടെ ചിത്രവുമുണ്ട്. മുഴുവൻ ആധാരവും പഠിപ്പിനു മേലാണ്. ബാബ പറയുന്നു, ഈ പുരുഷാർത്ഥം ചെയ്യൂ. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്ന്. ഞാൻ ബാബയിൽ നിന്നാണ് സമ്പത്തെടുക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടുമില്ല. മാതാക്കൾക്ക് വളരെ സഹജമാണ്. പുരുഷന്മാർ ജോലിക്ക് പോകും. ഈ ലക്ഷ്യത്തിന്റെ ചിത്രത്തിനു മേൽ നിങ്ങൾക്ക് വളരെയധികം സേവനം ചെയ്യാൻ സാധിക്കും. വളരെയധികം പേരുടെ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരും സ്നേഹിക്കും. പറയും, നിങ്ങൾ ഞങ്ങളുടെ അമ്മയാണ്. വിശ്വത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിമിത്തമാണ് നിങ്ങൾ മാതാക്കൾ. സ്വയത്തിലേക്ക് നോക്കണം, ഞങ്ങൾ എത്ര പേരുടെ നന്മ ചെയ്തു എന്ന്, എത്ര പേർക്ക് ബാബയുടെ സന്ദേശം നൽകി എന്ന്. ബാബയും സന്ദേശവാഹകനാണ്. മറ്റാരെയും തന്നെ സന്ദേശവാഹകരെന്ന് പറയില്ല. ബാബ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തെ നിങ്ങൾ എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നു. പരിധിയില്ലാത്ത അച്ഛനെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ചക്രത്തെയും ഓർമ്മിക്കണം. നിങ്ങൾ സന്ദേശവാഹകനായ ബാബയുടെ കുട്ടികൾ. നിങ്ങളും സന്ദേശവാഹകരാണ്. എല്ലാവരോടും രണ്ടച്ഛന്മാരെ കുറിച്ച് പറയൂ. പരിധിയില്ലാത്ത അച്ഛൻ സുഖശാന്തിയുടെ സമ്പത്ത് നൽകിയിട്ടുണ്ട്. നമ്മൾ സുഖധാമത്തിലായിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലായിരിക്കും. പിന്നീട് ജീവൻ മുക്തിയിലേക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകണം. പിന്നീട് അവിടെ നമ്മൾ തന്നെയാണ് വിശ്വത്തിന്റെ അധികാരികൾ. ഒരു ഗീതവുമുണ്ട്, ബാബ അങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി ലഭിക്കുമെന്ന്. മുഴുവൻ ഭൂമിയും ആകാശവും സമുദ്രവുമെല്ലാം തന്നെ നമ്മുടെ കയ്യിലാവും. ഈ സമയം നമ്മൾ ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഗുപ്ത സൈനികരാണ്. ശിവശക്തി സൈന്യമാണ്. ഇത് ജ്ഞാനമാകുന്ന ആയുധമാണ്, ജ്ഞാനബാണമാണ്. അവർ ദേവിമാർക്ക് സ്ഥൂലമായ ആയുധങ്ങൾ നൽകി ഭക്തിമാർഗത്തിൽ എത്ര ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കിയത്, എത്ര ചിത്രങ്ങളാണ്.
അപ്പോഴാണ് ബാബ പറയുന്നത്, ഭക്തി മാർഗത്തിൽ നിങ്ങൾ എല്ലാ പൈസയും ഇതിലൂടെ നഷ്ടപ്പെടുത്തി എന്ന്. ഇപ്പോൾ ഇതെല്ലാം തന്നെ നശിക്കാൻ പോവുകയാണ്, മുങ്ങിത്താഴാൻ പോവുകയാണ്. നിങ്ങൾക്ക് സാക്ഷാത്കാരവും ചെയ്യിച്ചിരുന്നു. അവിടെ എങ്ങനെയാണ് ഖനികളിൽ പോയി വജ്രങ്ങളും വൈഡൂര്യങ്ങളും എടുക്കുന്നത്? കാരണം അതെല്ലാം തന്നെ അടിയിലേക്ക് പോയിട്ടുണ്ടാവുമല്ലോ. വലിയ വലിയ രാജാക്കന്മാരുടെ അടുത്ത് ഭൂമിക്കടിയിലുള്ള അറകൾ ഉണ്ടാകുമല്ലോ. അതെല്ലാം തന്നെ അടിയിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങളുടെ ജോലിക്കാർ പോയി എടുത്തുകൊണ്ടുവരുന്നു. ഇല്ലെങ്കിൽ ഇത്രയ്ക്കും സ്വർണം എവിടെ നിന്നും വരുന്നു? സ്വർഗത്തിന്റെ ദൃശ്യം അജ്മീറിൽ കാണുന്നുണ്ടല്ലോ. ബാബ പറഞ്ഞിരുന്നു, മ്യൂസിയവും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. സ്വർഗത്തിന്റെ ഫസ്റ്റ് ക്ലാസ് മാതൃക ഉണ്ടാക്കണം. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജധാനി സ്ഥാപിക്കുകയാണെന്ന്. ഇതിനു മുമ്പ് ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എല്ലാം തന്നെ അറിയാം. നമുക്ക് ഓരോരുത്തരുടെയും ഉള്ളിനെ അറിയണമെന്നില്ല. ചില വികാരികളും ഇങ്ങോട്ട് വരും. എന്തുകൊണ്ടാണ് വന്നത് എന്ന് ചോദിച്ചാൽ പറയും, വന്നാലല്ലേ വികാരങ്ങളിൽ നിന്ന് മുക്തമാകൂ എന്ന്. ഞാൻ വളരെ പാപാത്മാവാണ്. ബാബ പറയും, ശരി, അവരുടെ നന്മ ഉണ്ടാകട്ടെ. മായ വളരെ വലിയ ശത്രുവാണ്. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഈ ദുർവികാരങ്ങൾക്ക് മേൽ വിജയിക്കണം. എന്നാൽ മാത്രമേ ജഗത് ജീത്തായി തീരൂ. മായയും ഒട്ടും കുറവല്ല. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് ഈ ലക്ഷ്മി നാരായണനെ പോലെ ആയിത്തീരണം. ഇവരെ പോലുള്ള സൗന്ദര്യം മറ്റാർക്കും തന്നെ ഇല്ല. ഇതാണ് പ്രകൃതിദത്തമായ സൗന്ദര്യം. ഓരോ 5000 വർഷം കൂടുന്തോറും സ്വർഗത്തിന്റെ സ്ഥാപന ഉണ്ടാവുന്നു. പിന്നീട് 84 ജന്മങ്ങളുടെ ചക്രത്തിലേക്ക് വരുന്നു. നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നു, ഇത് സർവകലാശാലയും ആശുപത്രിയുമാണ്. ആരോഗ്യത്തിനും സമ്പത്തിനും വേണ്ടിയാണ്. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം 21 ജന്മത്തേക്ക് വന്ന് പ്രാപ്തമാക്കൂ. ജോലിയുള്ളവർ തന്റെ ബോർഡ് വെക്കാറുണ്ട്. വീടുകളിലും ബോർഡ് വെക്കുന്നു. ആരാണോ ലഹരിയിലിരിക്കുന്നവർ അവരാണ് ഇങ്ങനെയെല്ലാം തന്നെ ചെയ്യുക. ആരെല്ലാമാണോ വന്നിരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ, നിങ്ങൾ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സമ്പത്ത് നേടിയിരുന്നു. പിന്നീട് 84 ജന്മങ്ങളെടുത്ത് നിങ്ങൾ പതീതമായിരിക്കുകയാണ്. ഇനി പാവനമായി തീരൂ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബ്രഹ്മബാബയും അതുപോലെയാണ് ചെയ്യുന്നത്. ഇവരാണ് ആദ്യ നമ്പറിലെ പുരുഷാർത്ഥി. പല കുട്ടികളും എഴുതാറുണ്ട്, ബാബ, കൊടുങ്കാറ്റ് വരുന്നു, ഇത് സംഭവിക്കുന്നു. ആദ്യം ബാബയുടെ മുന്നിലാണ് എല്ലാ കൊടുങ്കാറ്റും വരിക. ഞാൻ ആദ്യം അനുഭവിയായാലല്ലേ സ്വയം മനസ്സിലാക്കി തരുവാൻ സാധിക്കൂ. ഇത് മായയുടെ ജോലിയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, മധുരമായ ഓമന സന്താനങ്ങളെ, ഇപ്പോൾ നിങ്ങൾക്ക് ബൃഹസ്പതിയുടെ ദശയാണ്. നിങ്ങൾ തന്റെ ജാതകത്തെ ആർക്കും തന്നെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബാബ സർവ്വതും പറയുന്നുണ്ട്. അവിടെ ആയുസ്സും വലുതാണ്. കൃഷ്ണനെയും യോഗേശ്വരൻ എന്ന് പറയാറുണ്ട്. ഇവരെ യോഗേശ്വരൻ യോഗം പഠിപ്പിച്ച് ഇതുപോലെയാക്കി തീർത്തു. മറ്റൊരു മനുഷ്യനെയോ സന്യാസിയെയോ യോഗേശ്വരൻ എന്ന് പറയില്ല. നിങ്ങൾക്ക് ഈശ്വരനാണ് യോഗം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യോഗേശ്വരൻ, യോഗേശ്വരി എന്ന പേര് വെക്കുന്നത്. ഈ സമയം നിങ്ങൾ തന്നെയാണ് ജ്ഞാനേശ്വരനും ജ്ഞാനേശ്വരിയും. പിന്നീട് രാജേശ്വരനും രാജേശ്വരിയുമായി മാറുന്നതും നിങ്ങൾ തന്നെയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം.
ഒന്ന്, ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പുരുഷാർത്ഥം ചെയ്യൂ. ലക്ഷ്മി നാരായണന്റെ ചിത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സ്വയത്തോട് സംസാരിക്കൂ. ആഹാ ബാബ, ഞങ്ങളെ അങ്ങ് ഇതുപോലെയാക്കിയാണ് മാറ്റുന്നത്. ഞങ്ങൾക്കിപ്പോൾ ബൃഹസ്പതിയുടെ ദശയാണ്. 2, തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനായി ഭ്രമരിയെ പോലെ ജ്ഞാനത്തിന്റെ ഭൂം മുഴക്കണം. ഈശ്വരീയ സേവകരായി തീർന്ന് സ്വർഗത്തിന്റെ സ്ഥാപനയുടെ കാര്യത്തിൽ ബാബയെ സഹായിക്കണം. വരദാനം: ദേഹബോധത്തിൽ നിന്ന് വേറിട്ടവരായി പരമാത്മാ സ്നേഹത്തിന്റെ അനുഭവം ചെയ്യുന്ന കമലാസനധാരിയായി ഭവിക്കൂ. കമലാസനം ബ്രാഹ്മണ ആത്മാക്കളുടെ ശ്രേഷ്ഠ സ്ഥിതിയുടെ അടയാളമാണ്. ഇങ്ങനെയുള്ള കമലാസനധാരി ആത്മാക്കൾ ഈ ദേഹബോധത്തിൽ നിന്ന് സ്വതവേ വേറിട്ടിരിക്കും. അവരെ ശരീരത്തിന്റെ ബോധം തന്നിലേക്ക് ആകർഷിക്കുകയില്ല. ഏതുപോലെ ബ്രഹ്മബാബയ്ക്ക് നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഫരിഷ്താരൂപം അല്ലെങ്കിൽ ദേവതാരൂപം സദാ സ്മൃതിയിലുണ്ടായിരുന്നത്, ഇതുപോലെ സ്വാഭാവികമായും ദേഹി അഭിമാനി സ്ഥിതി സദാ ഉണ്ടായിരിക്കണം. ഇതിനെയാണ് പറയുന്നത് ദേഹബോധത്തിൽ നിന്ന് വേറിട്ടത് എന്ന്. ഇങ്ങനെ ദേഹബോധത്തിൽ നിന്ന് വേറിട്ടവർ തന്നെയാണ് പരമാത്മാ സ്നേഹികളായി മാറുന്നത്. സ്ലോഗൻ: താങ്കളുടെ വിശേഷതകൾ അല്ലെങ്കിൽ ഗുണം പ്രഭു പ്രസാദമാണ്. അവയെ സ്വന്തമെന്ന് കരുതുന്നത് തന്നെ ദേഹാഭിമാനമാണ്. അവ്യക്ത സൈലൻസിലൂടെ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ബ്രഹ്മബാബയോട് സ്നേഹമുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രഹ്മബാബയ്ക്ക് സമാനം ഫരിഷ്തയാകൂ. സദാ തന്റെ പ്രകാശത്തിന്റെ ഫരിഷ്ത സ്വരൂപം മുന്നിൽ കാണപ്പെടണം. അതായത് ഇങ്ങനെയാകണം. ഭാവി രൂപവും കാണപ്പെടണം. ഇപ്പോൾ ഇതുപേക്ഷിച്ച് അതെടുത്തു. എപ്പോൾ ഇങ്ങനെയുള്ള അനുഭൂതി ഉണ്ടാകുന്നോ അപ്പോൾ മനസ്സിലാക്കൂ സമ്പൂർണതയ്ക്ക് സമീപത്താണ് എന്ന്. ഓം ശാന്തി.